കോഴിക്കോട് സെയിന്റ് പാട്രിക് പള്ളിക്ക് തീവച്ച പ്രതി പിടിയിലായി. ഒഡീഷ സ്വദേശി ജയൻ നായിക്കാണ് അറസ്റ്റിലായത്. രാഹുൽ കെ വിവരങ്ങളുമായി. രാഹുൽ, ഇയാളെ പിടികൂടിയതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ വിവരങ്ങളാണ് ഇപ്പോൾ പോലീസിന് ലഭിക്കുന്നത്? ചെമ്മങ്ങാട് പോലീസാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇയാളെ വിശദമായി തന്നെ ചോദ്യം ചെയ്തു വരികയാണ്. ഇയാൾ പള്ളിയുടെ മുകളിൽ കൂടി നടന്നു പോകുന്ന CCTV ദൃശ്യങ്ങൾ ലഭിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ ദൃശ്യങ്ങളിൽ നിന്ന് പ്രതിയെ തിരിച്ചറിഞ്ഞാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. എന്താണ് പള്ളിക്ക് തീവെക്കാനുണ്ടായ കാരണം തുടങ്ങി വിശദമായി തന്നെ ചോദ്യം ചെയ്തു വരികയാണ്. കോഴിക്കോട് നഗര മധ്യത്തിൽ തന്നെയുള്ള പള്ളിക്കാണ് തീവച്ചിരുന്നത്. റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള സെന്റ് പാട്രിക്സ് പള്ളിയുടെ പുറകിലുള്ള മതബോധന ഓഫീസാണ് തീവച്ചത്. ശനിയാഴ്ച പുലർച്ചെ, അതായത് ഇന്നലെ പുലർച്ചെ 4:45 ഈ തീപിടുത്തം ഉണ്ടായത്. കെട്ടിടം പൂർണ്ണമായും തന്നെ കത്തി നശിച്ചിരുന്നു. ഒപ്പം ഈ പള്ളിയുടെ അകത്തുള്ള രൂപങ്ങൾ, പള്ളി വികാരിയുടെ കാറ് ഭാഗികമായി കത്തി നശിക്കുകയും ചെയ്തിരുന്നു. ഇനി CCTV ദൃശ്യങ്ങൾ തന്നെയാണ് ഏറെ നിർണായകമായിട്ടുള്ളത്. മണിക്കൂറുകൾക്കകം തന്നെ ഈ പ്രതിയെ, ഒഡീഷ സ്വദേശിയായ പ്രതിയെ പിടികൂടാൻ ചെമ്മങ്ങാട് പോലീസിന് കഴിഞ്ഞിട്ടുണ്ട്. വലിയ നാശനഷ്ടം തന്നെ പള്ളിയിൽ ഉണ്ടാവുകയും ചെയ്തിരുന്നു. പള്ളിയുമായി ബന്ധപ്പെട്ട രേഖകൾ, പുസ്തകങ്ങളൊക്കെ തന്നെ കത്തി നശിക്കുകയും ചെയ്തിരുന്നു. അതിന് പ്രധാനപ്പെട്ടത് എന്താണ് ഇതിന് കാരണമെന്നതാണ്. അത് വിശദമായി പ്രതിയിൽ നിന്ന് ചോദ്യം ചെയ്യൽ തുടരുകയാണ്. KV രാഹുലാണ് ആ വിവരങ്ങൾ നൽകിയത്.